Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് ജാനുവരി 2025 നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ നമ്മുടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ചെയ്യാനായിട്ട് പോവാണ്. Once again, welcome to I Plus Training Solutions. ഇന്നത്തെ സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 31st ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ വാസ് ഓർഗനൈസ്ഡ് ബൈ ഹൂം? ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ജെ.സി. ബോസ്, അരവിന്ദ് ഘോഷ്, ആചാര്യ പി.സി. റോയ്, ആനന്ദ് മോഹൻ ബോസ് എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആചാര്യ പി.സി. റോയ് എന്നാണ്. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആചാര്യ പി.സി. റായ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. 1892 ഈ ഒരു ബംഗാൾ കെമിക്കൽ വർക്ക്സ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ പേര് എന്തായിട്ട് മാറാണ്? ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് ലിമിറ്റഡ് എന്നിങ്ങനെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വദേശി മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സിൽ ഒന്നാണ് ഈ ഒരു ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മെഡിസിൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രഗ്സ്, ഇന്ത്യൻ മെയ്ഡ് കെമിക്കൽസ്, അത്തരം പ്രോഡക്റ്റുകളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തികച്ചും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജി അതുപോലെ തന്നെ ഹോം പ്രൊഡക്ട്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 32nd ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂസ് പേപ്പർ ദാറ്റ് അഡ്വക്കേറ്റഡ് റെവല്യൂഷണറി ടെററിസം ഇൻ ദ മഹാരാഷ്ട്ര റീജിയൻ? മഹാരാഷ്ട്ര റീജിയനിലെ റെവല്യൂഷണറി ടെററിസം അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സന്ധ്യ, യുഗാന്തർ, മറാത്ത, കാൽ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി, കാൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാൽ എന്ന് പറയുന്നത് കാലം എന്ന് പറയും, ടൈംസ്, ആ ഒരു മീനിങ് ആണ്. ഓപ്ഷൻസിലെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ധ്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ബ്രഹ്മബന്ധാബ് ഉപാധ്യായ ആണ്. 1904 ഈ ഒരു പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അട്രോസിറ്റീസ് ഒക്കെ ഇങ്ങനെ മാക്സിമം സ്പ്രെഡ് ചെയ്യുക, അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള ഒരു അവയർനെസ് കൊടുക്കുക, അതായിരുന്നു ഈ ഒരു സന്ധ്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് യുഗാന്തർ. യുഗാന്തർ പത്രിക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1906 ഇത് ഫൗണ്ട് ചെയ്തത്. 3 പേരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത്. ഭാരീന്ദ്ര കുമാർ ഘോഷ്, അഭിനാഷ് ഭട്ടാചാര്യ ആൻഡ് ഭൂപേന്ദ്രനാഥ് ദത്ത്. ഇവർ 3 പേരാണ് യുഗാന്തർ പത്രിക അല്ലെങ്കിൽ യുഗാന്തർ എന്നറിയപ്പെടുന്ന പത്രം 1906 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് മറാത്ത. മറാത്ത ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ബാലഗംഗാധര തിലക് ആണെന്നുള്ളത് നമുക്കറിയാം. മറാത്ത അതുപോലെ കേസരി, ഈ 2 ന്യൂസ് പേപ്പറുകളും ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ബാലഗംഗാധര തിലക് ആണ്. 1881 മറാത്ത എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. 4ാമത്തേതായിട്ടുള്ള നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ കാൽ എന്ന ന്യൂസ് പേപ്പറാണ്. 1897 ഈ ഒരു ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തത്. ഫൗണ്ടഡ് ബൈ ശിവറാം മഹാദേവ് പരാഞ്ജപേ. ആക്ച്വലി നമ്മൾ പറഞ്ഞ ആ ഒരു 4 ന്യൂസ് പേപ്പറുകളും മഹാരാഷ്ട്ര റീജിയനിൽ ഒരു റവല്യൂഷണറി മൂവ്മെന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സ് തന്നെയായിരുന്നു. അതിലെ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് എന്ന് പറയാവുന്ന ഒന്നായിരുന്നു കാൽ എന്ന ന്യൂസ് പേപ്പർ. അതിന്റെ മീനിങ്, കാൽ എന്ന് പറയുന്ന മീനിങ് എന്താണ്? ടൈംസ്, കാലങ്ങൾ, അതൊക്കെയാണ് ഒരു മീനിങ് വരുന്നത്. പൂനെയിലാണ് ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 33rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബുക്ക് ആൻഡ് ഓതർ ക്വസ്റ്റ്യൻ ആണ്. ഓതർ ഓഫ് കൾച്ചർ, ഐഡിയോളജി ആൻഡ് ഹെജിമണി. ആരാണ് അതിന്റെ ഓതർ? അമിത് സെൻ, ആർ.സി. മജുംദാർ, എച്ച്. ഡോഡ്വെൽ, കെ.എൻ. പണിക്കർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബുക്ക് ആൻഡ് ഓതർ എന്തായാലും നമ്മൾ കുറെ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം.
ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കെ എൻ പണിക്കരാണ്. കെ എൻ പണിക്കരാണ് കേട്ടോ. നമുക്ക് കെ എം പണിക്കരുണ്ട്, അദ്ദേഹം അല്ല, കെ എൻ പണിക്കരാണ്. നമ്മൾ ആൻസറുകൾ നമ്മളങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇനീഷ്യൽ കൂടിയ വ്യക്തികളുടെ പ്രത്യേകിച്ച് ബുക്ക് ആൻഡ് ഒക്കെ പഠിക്കുമ്പോൾ വ്യക്തികളുടെ ഇനീഷ്യൽ വ്യക്തമായിട്ട് പഠിക്കണം. കാരണം ഈ കെ എൻ പണിക്കരും അതുപോലെ ഇനിയിപ്പോൾ ഒരു കെ എം പണിക്കരും കൂടി നിങ്ങൾ ഓപ്ഷൻസിൽ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പഠിച്ച ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ ചിലപ്പോൾ ആൻസർ ചെയ്യുക അല്ലെ. അപ്പോൾ കെ എൻ പണിക്കരാണോ കെ എം പണിക്കരാണോ എന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് കെ എൻ പണിക്കരാണ്. ഇന്ത്യൻ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് കെ എൻ പണിക്കർ. ഓക്കെ, കൾച്ചർ ഐഡിയോളജി ഹെജിമണി എന്നുള്ള ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആന്തം പ്രസ് ആണ്. ജൂലൈ 1, 2002 ബുക്കിന്റെ പബ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ കെ എൻ പണിക്കരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആന്തം പ്രസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2002 ജൂലൈ 1 ഡേറ്റ് വരുന്നത്. ഡേറ്റും ഓർമ്മയിൽ വെക്കുക, അറ്റ്ലീസ്റ്റ് ഇയർ എങ്കിലും ഓർമ്മയിൽ വെക്കണേ. മെയിൻലി ഈ ഒരു വർക്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ കൾച്ചർ അതുപോലെ തന്നെ ഐഡിയോളജി ഹിജിമണി ആ ഡീറ്റെയിൽസ് തന്നെയാണ്. അത് മാത്രമല്ല കൊളോണിയൽ സബ്ജുഗേഷന്റെ കീഴിലുള്ള ഇന്ത്യക്കാരുടെ ലൈഫ് എങ്ങനെയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. 34ാമത്തെ ചോദ്യം, the term cliometrics that evidences the close link between history and economics was first coined by whom? ആരാണ് ക്ലിയോമെട്രിക്സ് എന്നുള്ള ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിഡൻസസ് ദ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിലേക്കണേ. 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ പീറ്റർ മെക്ലെലൻഡ്, എസ് റേറ്റർ, റോബർട്ട് ഫോഗൽ, ജോനാഥൻ ഹൂക്സ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. എസ് റേറ്റർ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ 35ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ദ മോണുമെന്റൽ വർക്ക് ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ഹും? അപ്പോൾ ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. മാർക്ക് ബ്ലോക്ക്, എമിലി ഡുർക്കെയിം, ലൂസിയൻ ഫെബുവർ, ഫെർണാണ്ട് ബ്രോദേൽ എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു വർക്കിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ വർക്കും അതിന്റെ ഓതറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൻസർ നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഫെർണാണ്ട് ബ്രോദേൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കുമ്പോൾ ഫെർണാണ്ട് ബ്രോദേൽ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫെർണാണ്ട് ബ്രോദേൽ ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണ്. ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണെന്ന് മാത്രമല്ല അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറേയധികം ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രെൻഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സ്റ്റൈലിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഈ ഒരു അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയോഗ്രാഫി അതുപോലെ തന്നെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതിലൊന്നാണ് ഈ പറയുന്ന അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഇതിൻ്റെ മേജർ മെമ്പേഴ്സിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഫെർണാണ്ട് ബ്രോദേൽ. പിന്നെ മാർക്ക് ബ്ലോക്ക്, ലൂസിയൻ ഫെബ്രോ ഇവരൊക്കെ തന്നെ ഈ ഒരു അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ വരുന്ന ഹിസ്റ്റോറിയൻസ് ആണ്. ഇത് ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രാൻസിലാണ് ഇത് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 20th സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആയിട്ട് ഇത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അനാൽ സ്കൂൾ ഇത്രയും ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വരെ ഉണ്ടായിരുന്ന, അതായത് ഒരു 20th സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി പൊളിറ്റിക്കൽ സ്ഫിയറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് പൊളിറ്റിക്കൽ സ്ഫിയറിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും മാറി ഈ ഒരു ഫോക്കസ് പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ നിന്നും മാറി സോഷ്യൽ കൾച്ചറൽ ഇക്കണോമിക്കൽ ആസ്പെക്റ്റിലേക്ക് അതിലേക്ക് ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ഏത്? അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഇവരുടെ ജേണലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേരിലുള്ളത്. അതായത് അനാൽ ഡെ ഹിസ്റ്ററീസ് എന്നാണ് അവരുടെ ജേണലിന്റെ പേര്. അറിയാലോ അല്ലെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
അതിലെ ഒരു മെമ്പർ ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ പെടുന്ന ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ഫെർണാണ്ട് ബ്രോദേൽ. അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഒന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നുള്ള ഒരു വർക്ക്. ദെൻ അടുത്ത വർക്ക് സിവിലൈസേഷൻ ആൻഡ് ക്യാപിറ്റലിസം. ദെൻ മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓഫ് ഫ്രാൻസ്. അതൊരു അൺഫിനിഷ്ഡ് വർക്കാണ് കേട്ടോ. ഓക്കെ. ദെൻ 1950 to 60 കാലഘട്ടങ്ങളിൽ അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ആ ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയോഗ്രാഫിക് സ്കൂളാണ്. അതിൽ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ഫെർണാണ്ട് ബ്രോദേൽ. 36ാമത്തെ ചോദ്യം, ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നെഗറ്റീവ് ഇന്റർപോലേറ്റീവ് ക്രിറ്റിസിസം ഡീൽസ് വിത്ത് ഡാഷ്. ഏതുമായിട്ടാണ് നെഗറ്റീവ് ഇന്റർപോലേറ്റീവ് ക്രിറ്റിസിസം ഡീൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടന്റ്സ് ഓഫ് ദ ഡോക്യുമെന്റ്, truthfulness of the author, investigation of the origin of the source, the authenticity of the document. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇന്റർപോലേറ്റീവ് ക്രിറ്റിസിസം എന്നുള്ളതിന്റെ മറ്റൊരു പേരും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെന്തായിരുന്നു? ഇന്റേണൽ ക്രിറ്റിസിസം അല്ലെ. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ആ ഒരു ടേമിന്റെ മറ്റ് പേരുകൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ പഠിച്ച ഒരു ടേം ആയിരിക്കില്ലല്ലോ വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി, ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദി ഓതർ എന്നാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ. In historical research, negative interpolative criticism, also known as internal criticism, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് internal criticism എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഹയർ ക്രിറ്റിസിസം, അതുപോലെ ഹെർമന്യൂട്ടിക്സ് എന്നൊക്കെ ഈ ഒരു നെഗറ്റീവ് ഇന്റർപോലേറ്റീവ് ക്രിറ്റിസിസം അറിയപ്പെടുന്നുണ്ട്. ഓഫ് ക്രിറ്റിസിസം ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിങ് ദ ആക്യുറസി, റിലയബിലിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദി ഓതർ. അതായത് കണ്ടന്റിന്റെ ആക്യുറസി, റിലയബിലിറ്റി ഒക്കെ ഒന്ന് അസസ് ചെയ്യുക. അതുപോലെ തന്നെ ഓതറിന്റെ ട്രൂത്ത്ഫുൾനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യുക. അതൊക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഓതൻസിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിൻ എത്രത്തോളം ഉണ്ട് എന്നൊന്നും ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അസസ് ചെയ്യുന്നില്ല. ഓക്കെ. ഫോക്കസ്ഡ് ഓൺ അസസിങ് ദ ആക്യുറസി, റിലയബിലിറ്റി ആൻഡ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ ഓതർ റദർ ദാൻ ഇറ്റ്സ് ഓതൻസിറ്റി ഓർ ഒറിജിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മെയിൻ എയിം ആയിട്ട് നമുക്ക് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ എലമെന്റ് ഓഫ് ട്രൂത്ത് കണ്ടെയ്ൻഡ് വിത്തിൻ ദ ടെക്സ്റ്റ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓതേഴ്സ് ഇന്റന്റ്. അതായത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിൽ എത്രത്തോളം ട്രൂത്തിന്റെ എലമെന്റ് എത്രത്തോളം ഉണ്ട് എന്നും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇന്റേണൽ ക്രിറ്റിസിസം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഓതറിന്റെ ഇന്റന്റ്, അതായത് ഇന്റൻഷൻ എന്ന് പറയില്ലേ, ഉദ്ദേശ്യം, അതും കൂടി നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു നെഗറ്റീവ് ഇന്റർപോലേറ്റീവ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഇന്റേണൽ ക്രിറ്റിസിസം, അതും അല്ലെങ്കിൽ ഹയർ ക്രിറ്റിസിസം, അതും അല്ലെങ്കിൽ ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രാഞ്ച് ഓഫ് മെറ്റാഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ നേച്ചർ ഓഫ് ബീയിങ്. അപ്പോൾ മെറ്റാഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഡീൽസ് വിത്ത് ദ നേച്ചർ ഓഫ് ബീയിങ്. ഓക്കെ. ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ഫിലോളജി, ദെൻ സെഫോളജി എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ. ഓക്കെ, നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓണ്ടോളജി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് എന്താണ്? ഓണ്ടോളജി ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് എപ്പിസ്റ്റമോളജി നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന കാരണം. എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണല്ലോ, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണല്ലോ എപ്പിസ്റ്റമോളജി എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളോട് നമ്മുടെ ക്വസ്റ്റ്യനിൽ വ്യക്തവും ശക്തവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെറ്റാഫിസിക്സിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള നേച്ചർ ഓഫ് ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓണ്ടോളജി ആണ്. നമ്മുടെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് നേച്ചറിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു സ്റ്റഡി തന്നെയാണ്. പക്ഷേ അത് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ്, മെറ്റാഫിസിക്സിന്റെ ബ്രാഞ്ച് അല്ല.
എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, ഇതൊക്കെ ഫിലോസഫിയുടെ ബ്രാഞ്ചസിൽ പെടുന്നതാണ്. അതിൽ മെറ്റാഫിസിക്സിൽ വരുന്ന ഒരു സ്റ്റഡിയാണ് ഈ ഒരു ഓണ്ടോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? It investigates the fundamental aspects of reality and the nature of entities, including their properties and relationship. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, മെറ്റാഫിസിക്സിന്റെ ഒരു സെൻട്രൽ ബ്രാഞ്ച് കൂടിയാണ് ഓണ്ടോളജി. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ചോദ്യമാണ്, കിതാബ് അൽ ഇബർ വാസ് റിട്ടൺ ബൈ ഹൂം? ആരാണ് കിതാബ് അൽ ഇബർ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇബിൻ ബത്തൂത്ത, ഇബിൻ ഖാൽദൂൻ, അൽ ബിറൂണി, അൽ ഗ്വസിനി എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. മിഡീവൽ പീരീഡിൽ വന്നിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പേരുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഓതേഴ്സിനെ കുറിച്ചിട്ടും ഇവരുടെ വർക്കുകളെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് ആരാണ്? ഇബിൻ ഖാൽദുൻ ആണ്. ഇബിൻ ഖാൽദുൻ്റെതാണ് കിതാബ് അൽ ഇബർ എന്ന് പറയുന്ന വർക്ക്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഹിസ്റ്ററി. ഇബർ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. വർക്കിന്റെ റൈറ്റർ അല്ലെങ്കിൽ ഓതർ ആയിട്ട് വരുന്നത് ഇബിൻ ഖൽദുൻ ആണ്. ഇബിൻ ഖൽദുനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അറബ് ഇസ്ലാമിക് സ്കോളർ ആണ്, ഹിസ്റ്റോറിയൻ ആണ്, ഒരു ഫിലോസഫർ ആണ്, അതിനേക്കാൾ ഉപരി ഒരു സോഷ്യോളജിസ്റ്റ് കൂടിയാണ്. സോഷ്യോളജിസ്റ്റ് എന്ന് ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇബിൻ ഖാൽദുൻ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി. ഓക്കെ, അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബിൻ ഖാൽദുൻ ആണ്. അത് മാത്രമല്ല ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇബിൻ ഖാൽദുൻ. ഈ ഒരു കിതാബ് അൽ ഇബർ എന്ന് പറയുന്ന വർക്കിന് 7 വോളിയം ആയിട്ടാണ് ഉള്ളത്. ഒരു എന്താ ഹിസ്റ്റോറിക്കൽ എൻസൈക്ലോപീഡിയ ആയിട്ടാണ് ഈ ഒരു വർക്ക് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഇതിന് യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം. അതായത് ഇതിൽ മെയിൻലി പറയുന്നത് എന്താണ്? കോംപ്രഹെൻസീവ് ഹിസ്റ്ററി ഓഫ് അറബ്സ് ആൻഡ് ബർബർ ഇൻ നോർത്ത് ആഫ്രിക്ക. നോർത്ത് ആഫ്രിക്കയിലെ ബർബർസിനെ കുറിച്ച്, ബർബർ ട്രൈബിനെ കുറിച്ചിട്ടും ദെൻ അറബ്സിന്റെ ഒരു ഹിസ്റ്ററിയും, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കിതാബ് അൽ ഇബർ എന്ന് പറയുന്ന വർക്ക്. അഭിസംബോധന ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യവും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലേ, ചോദ്യമായിട്ടല്ല, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലെ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മളിപ്പോ ഇതുവരെയുള്ള ഈ ഒരു 39ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയായിട്ടും നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ നമ്മൾ കണ്ടു അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഹാപ്പി അല്ലേ? നന്നായി എഴുതാൻ പറ്റിയാലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് തന്നതിലും ഒക്കെ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഹൂ കോൾഡ് ഹെറഡോട്ടസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡയോനൈസസ് ഓഫ് ഹെലിക്കാർനേസസ്, സെനേറ്റർ സിസെറോ, ജൂലിയസ് സീസർ, അരിസ്റ്റോട്ടിൽ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ട് ആൻസർ മനസ്സിൽ ഇങ്ങനെ തിങ്ങിനിറങ്ങി നിൽക്കുകയായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ആൻസർ കീ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഓപ്ഷൻ ബി സെനേറ്റർ സിസേറോ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹെറഡോട്ടസ് ആണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. ഈ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന ഹെറഡോട്ടസിനെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് 1st സെഞ്ചുറിയിൽ റോമൻ ഒറേറ്റർ ആയിട്ടുണ്ടായിരുന്ന സിസേറോ ആണ്. ഓക്കെ, സിസേറോ. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിസേറോ ഹെറഡോട്ടസിനെ എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം? അതിനു മുമ്പ് ചരിത്രം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതായത് അതിനു മുമ്പ് ചരിത്രം രചന അല്ലെങ്കിൽ എന്താ ഒരു ചരിത്രമൊക്കെ രേഖപ്പെടുത്തും അല്ലെങ്കിൽ അത് പറഞ്ഞ് വാമൊഴി ചരിത്രങ്ങളായിട്ടും ഒക്കെ ബെല്ലാഡ്സ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ജനറേഷൻ ടു ജനറേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു ചിട്ടയായിട്ടുള്ള ഒരു ഓർഡർ, ഒരു അറേഞ്ച്മെന്റിൽ ചരിത്രത്തിന് വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠാപരമായിട്ട് ചരിത്രത്തിനോട് ഒരു എന്താ കുറച്ചുകൂടി നീതി പുലർത്തിയിട്ട് കുറച്ചും കൂടി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് ഒക്കെയാണ് ഹെറഡോട്ടസ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടാണ് ഹെറഡോട്ടസ് കുറച്ചുകൂടി ഒതന്റിക് ആയിട്ട് ഹിസ്റ്ററി രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചരിത്രത്തിനെ രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. അത് ഹെറഡോട്ടസ് ആണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരായിരുന്നു? തൂസിഡൈഡ്സ് ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. അത് മാറിപ്പോകുന്നില്ല, കാരണം നമ്മൾ ഡിഗ്രി മുതൽ കേൾക്കുന്നതാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറഡോട്ടസ്, ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി തൂസിഡൈഡ്സ് എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് ഓതേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പൊ ഹെറഡോട്ടസിന്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹിസ്റ്ററീസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയ, അതാണ് കറക്റ്റ് അദ്ദേഹത്തിന്റെ മേജർ ബുക്ക്. പിന്നെ ഹെറഡോട്ടസിന്റെ ബെർത്ത് പ്ലേസ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെലികാർനേസസ് ആണ് ഹെറഡോട്ടസിന്റെ ബെർത്ത് പ്ലേസ് വരുന്നത്. 5th സെഞ്ചുറി BC ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. നോവും ഓർഗാനം or new method that highlighted the adoption of scientific method of inquiry win the work of dash. ക്വസ്റ്റ്യൻ വലിച്ചു നീട്ടി ഇങ്ങനെ തന്നു മാത്രം. നോവും ഓർഗാനം ആരുടെ വർക്കാണ്? അതാണ് മെയിൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, ഗലീലിയോ, റോജർ ബേക്കൺ, ഫ്രാൻസിസ് ബേക്കൺ, റെനെ ഡെക്കാർ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഒന്ന് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഫ്രാൻസിസ് ബേക്കൺ ആണ്. നമ്മൾ ഒരു മിസ്റ്റേക്ക് നമ്മൾ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് ഈ ബേക്കൺ എന്ന് മാത്രം, അവരുടെ ഫുൾ നെയിം പഠിക്കാതെ നമ്മളിങ്ങനെ കുറച്ചും കൂടി പ്രോ ആണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഷോർട്ട് നെയിം മാത്രം പഠിച്ചു വെക്കുന്ന ഒരു ശീലം ഞാൻ പല സ്റ്റുഡൻസിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇതിലൊക്കെ നോക്കൂ, ഓപ്ഷൻ ബിയും സിയും നോക്കൂ, റോജർ ബേക്കൺ, അതുപോലെ ഫ്രാൻസിസ് ബേക്കൺ. അപ്പൊ ബേക്കൺ മാത്രം പഠിച്ചു പോയാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി റോജർ ബേക്കൺ ആണോ ഫ്രാൻസിസ് ബേക്കൺ ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ അത്രയും പ്രോ ആയിട്ട് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫുൾ നെയിം തന്നെ മാക്സിമം നമ്മൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ essay ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ഈ ഫുൾ നെയിം തന്നെ എപ്പോഴും എഴുതണം എന്നൊന്നുമില്ല. ഇപ്പൊ ഫ്രാൻസിസ് ബേക്കന്റെ നോവും ഓർഗാനത്തെ കുറിച്ചിട്ട് നമ്മൾ essay എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ബേക്കന്റെ വർക്കാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തുടങ്ങി. പിന്നെ ബേക്കൺസ് ഐഡിയോളജി റിഫ്ലക്റ്റഡ് ഇൻ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പക്ഷെ നമ്മൾ ബേക്കൺ എന്ന് മാത്രമായിട്ട് പഠിച്ചു പോകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നോവും ഓർഗാനം അല്ലെങ്കിൽ ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? ഫ്രാൻസിസ് ബേക്കന്റെ വർക്കാണ്. 1620 ഈ ഒരു വർക്ക് ഫ്രാൻസിസ് ബേക്കൺ എഴുതുന്നത്. എന്തായിരുന്നു ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു അഡ്വക്കേറ്റ് ഫോർ ദ യൂസ് ഓഫ് മോർ സയന്റിഫിക് പ്രോസസ് ടു മേക്ക് ക്ലെയിംസ്, he believed that teaching methods and reasoning skills of his age were greatly lacking. This book is a philosophical work that presents a new method of acquiring knowledge and understanding the natural world, rejecting the traditional methods of the time. അപ്പോൾ അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഫിലോസഫിക്കൽ വർക്കാണ് നോവും ഓർഗാനം എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? ന്യൂ മെത്തേഡ് എന്നാണ് അല്ലെ. അപ്പോൾ ഒരു പുതിയ മെത്തേഡ് നോളജ് അക്വയർ ചെയ്യാനും നോളജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് അറിവ് മനസ്സിലാക്കാനും നേടിയെടുക്കാനും ഒക്കെ ആയിട്ട് ഒരു പുതിയ സയന്റിഫിക് മെത്തേഡ് എന്നുള്ള ലെവലിലാണ് ആ ഒരു ഐഡിയോളജിയാണ് ഈ ഒരു ബുക്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ മെത്തേഡ് ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സയന്റിഫിക് മെത്തേഡ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. 1620 ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന പീരീഡ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ക്ലാസ് എടുത്തവർക്ക് കോഴ്സ് എടുത്തവർക്ക് എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ 2 or 4 ക്വസ്റ്റ്യൻസ് മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PYQന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അത്. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു പോകാറുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ധാരാളം വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസിനോട് സിമിലർ ആയിട്ടുള്ള ടൈപ്പും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ മെജോറിറ്റിയും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെ.
അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇനി ഇതുവരെ സെറ്റ് ക്ലെയിം ചെയ്യാത്തവർ അടുത്ത സെറ്റ് എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ ചിട്ടയായിട്ടുള്ള പഠനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് സെറ്റ് വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.